നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ അത് ചേഞ്ച് ആകുമോ? നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ്? ഇപ്പോൾ നിങ്ങൾ ഒരു വിഷമം പിടിച്ചൊരവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ അതിന് റീസൺ, അതിന് കാരണക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും? ഇതൊക്കെ ഈ ഒരു റീഡിങ്ങിൽ അറിയാൻ പറ്റും. പിന്നെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകുമോ എന്ന് നമുക്ക് ഈ റീഡിങ്ങിൽ അറിയാൻ സാധിക്കും. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. പോസിറ്റീവ് എനർജീനെ മാത്രം അട്രാക്റ്റ് ചെയ്യുക. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നിങ്ങളുടെ കാര്യത്തിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയണം. എവിടെയാണ് ബ്ലോക്കേജ്, നിങ്ങളത് എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നമാണ്, അത് വേറെ ആരെങ്കിലും കാരണമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടായത്, നിങ്ങളുടെ വ്യക്തിയായിട്ട് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം അവരിൽ നിന്നും കിട്ടുന്നില്ല, നിങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല, അവരുമായിട്ടൊരു വിവാഹമാണ് ആഗ്രഹിക്കുന്നത്, ഇതിനെല്ലാം കൃത്യമായിട്ട് പരിഹാരവും ചെയ്തു തരുന്നതാണ്. നിങ്ങളുടെ ആവശ്യം എന്താണോ അതിന് കൃത്യമായിട്ട് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും നാളും എല്ലാം വെച്ചിട്ടാണ് നിങ്ങൾക്ക് പരിഹാരവും ചെയ്തു തരുന്നത്. പരിഹാരത്തിനായിട്ടും പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ടും ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇന്നത്തെ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ വ്യക്തി ഉണ്ടല്ലോ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ, അതാരും ആവട്ടെ, അവർ നിങ്ങളുടെ അടുത്ത് സ്നേഹമായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വലാണ് കാണിക്കുന്നത്. വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം വന്നിരിക്കുന്ന കാർഡ് ദ ഡെത്ത് കാർഡ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ദ ചാരിയറ്റ്, Page of Cups, High Priestess, the Emperor, Four of Cups, Ten of Cups, Temperance, the Tower, Five of Swords. നമുക്ക് റീഡിംഗ് നോക്കാം. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന കാര്യം, നിങ്ങൾക്കിപ്പോഴും ഒരു ട്രോമയിൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആ ഒരു ശക്തി തിരിച്ചറിയുന്നില്ല. നിങ്ങൾ ഇപ്പോഴും പഴയ കാര്യങ്ങൾ ആലോചിച്ച് ആ ഒരു പഴയ ലൂപ്പിൽ കിടന്ന് കളിക്കുകയാണ്. സ്വന്തമായിട്ട് തന്നെ വിചാരിച്ചിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊരു റിക്കവർ സ്റ്റേജ് ഇല്ല. പഴയ കാര്യം, അതായത് പണ്ട് നിങ്ങൾ അനുഭവിച്ച സന്തോഷങ്ങളല്ല ഇപ്പോൾ വേദനയായി മാറിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും, എവിടെയെങ്കിലും നിൽക്കുവാണെങ്കിൽ അവിടെ ആലോചിച്ചങ്ങ് നിൽക്കും, കിടക്കുകയാണെങ്കിൽ അവിടെ തന്നെ കുറേ നേരം കിടക്കും. ഇതാണ് നിങ്ങളുടെ അവസ്ഥ. ഇപ്പോൾ നിങ്ങളുടെ കരിയറിൽ പോലും നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളിപ്പോൾ എന്ത് കാര്യം നിങ്ങൾ ചെയ്യുവാണെങ്കിലും ചെയ്തങ്ങ് ടയേർഡാവുക. കുറച്ച് നേരം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളങ്ങ് ടയേർഡാവുക. എല്ലാം ഇട്ടെറിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും അങ്ങ് പോയാലോ എന്നൊക്കെ ആലോചിക്കുക. പറഞ്ഞല്ലോ, നിങ്ങൾ പണ്ടത്തെ ആ ഒരു ട്രോമയിൽ നിൽക്കുകയാണെന്ന്. നിങ്ങൾ ആ ട്രോമയിൽ നിൽക്കുമ്പോഴും നിങ്ങളിപ്പോഴും ആരോ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. നിങ്ങളെ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജിലാക്കിയ ആ ഒരു വ്യക്തിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ എന്തോ ഒരു ചേഞ്ച് ഉണ്ടാകും എന്നൊക്കെ കരുതിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് സംഭവിക്കാൻ പോകുന്നു എന്നാണ്. ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ഇപ്പോൾ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നു എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, ആ ഒരു ടൈമിൽ നിങ്ങൾ ഒരു ഏഞ്ചൽ നമ്പർ കാണുകയാണ്. ഒരു ഏഞ്ചൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് 111, ആ ഒരു ഏഞ്ചൽ നമ്പർ പ്രത്യേകിച്ച് 111 കാണുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ എന്താണോ ആലോചിക്കുന്നത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ഇപ്പോൾ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളിത് കാണുന്നത് എന്നുണ്ടെങ്കിൽ, ഈ ഒരു ഏഞ്ചൽ നമ്പർ കാണുന്നത് എന്നുണ്ടെങ്കിൽ, ഉടനെ നിങ്ങളുടെ ചിന്ത ഡൈവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ആവശ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ഒരു കാര്യം ഒരുപാട് തവണ ചിന്തിക്കുന്നത്, അതാണ് മാനിഫെസ്റ്റേഷൻ. അതപ്പോൾ മാനിഫെസ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു 111 കാണുവാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ഇപ്പം നിങ്ങൾ പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ 111 കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്ലെയിം ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ മാത്രം ഫോക്കസ് കൊടുക്കുക. ചുറ്റിനും ചിലപ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ നടക്കാം. നെഗറ്റീവ് കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ തന്നെയും അതിലൊന്നും, എന്തൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ നടന്നാലോ
നിങ്ങളുടെ ഉള്ളിലൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കും എന്നുള്ളത്. അത് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങൾക്ക് മാത്രമേ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് എന്ത് കാര്യത്തിലാണോ ഫോക്കസ് കൊടുത്ത് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്, അത് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് നടക്കും എന്ന് തന്നെയാണ്. പക്ഷേ ആ സക്സസ് ആയിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് നടക്കില്ല. അതിനകത്ത് ട്രസ്റ്റ് വേണം, നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇടണം. കുറച്ച് പ്രതിസന്ധികളുണ്ട്. അതായത് ഇപ്പോൾ പ്രശ്നം നിറഞ്ഞ ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ സാധിക്കണം. അതാണ് ഇവിടെ നിങ്ങൾ അനുഭവിക്കേണ്ട പ്രതിസന്ധി. ആ ഒരു പ്രതിസന്ധി തരണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു യാത്ര, നിങ്ങൾ എവിടേക്കാണോ പോകുന്നത്, അത് സക്സസ് ആയിട്ട് തന്നെ കിട്ടും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം. ലെറ്റ് ഗോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വേണ്ടുന്ന കാര്യം വേണ്ട എന്ന് വെക്കുക എന്നല്ല. അത് നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ പ്രാർത്ഥിക്കുന്നത്, അപ്പോൾ യൂണിവേഴ്സിനെ ആവാം, അപ്പോൾ നിങ്ങളത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. യൂണിവേഴ്സിൻ്റെ പാർട്ട് ചെയ്യും. നിങ്ങൾ ഒരു കാര്യത്തിൽ നല്ല ഫോക്കസ് ചെയ്തിട്ട് അത് പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, അതായത് അത് എന്ന് പറഞ്ഞ് ചിന്തിച്ച് നെഗറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ പാർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങളതൊന്ന് വിട്ട് കളയുക, എന്നിട്ട് യൂണിവേഴ്സിന് കൊടുക്കുക. യൂണിവേഴ്സിൻ്റെ പാർട്ട് ക്ലിയർ ചെയ്യട്ടെ. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്കുടെ ലൈഫിൽ ഇനി വരാനുള്ള ചേഞ്ച് എന്താണ്, നിങ്ങൾക്കൊരു റീബർത്താണ് വരാനിരിക്കുന്നത്. പിന്നെ ഇവിടെ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ? നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരാളുടെ കൺട്രോളിലിരിക്കുകയാണ്. അത് നിങ്ങളുടെ വ്യക്തിക്ക് തന്നെ അറിയില്ല അത് നിങ്ങളുടെ വ്യക്തി മറ്റൊരാളുടെ കൺട്രോളിൽ ഇരിക്കുന്നു എന്നുള്ളത്. നിങ്ങളുടെ വ്യക്തി പോലും അറിയാതാണ് ആ ഒരു മറ്റേ പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നത്. അത് ഇമോഷണലി, ഫിസിക്കലി എല്ലാ തരത്തിലും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കതിനകത്തും പറയുന്നത് പോലെ തന്നെ ഇവിടെ നിങ്ങളുടെ എനർജിയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിക്ക് ഒരു നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ട്. ആ ഒരു നെഗറ്റീവ് എനർജീൻ്റെ കൺട്രോളിൽ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു നെഗറ്റീവ് എനർജിയുടെ കൺട്രോളിൽ ഇരിക്കുന്നത് മാറണം എന്നുണ്ടെങ്കിൽ അതിന് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. ലൈക്ക് നിങ്ങളുടെ വ്യക്തിയിൽ ബാധിച്ചിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജി റിമൂവ് ആക്കണം. നിങ്ങളുടെ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു പേഴ്സൻ്റെ കൺട്രോളിൽ നിന്നും സ്വതന്ത്രനാക്കണം. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു പാർട്ടാണ്. നിങ്ങളും അതിനകത്ത് കുറച്ച് എഫേർട്ട് ഇടണം. കാരണം നിങ്ങൾക്കൊരു ഫ്യൂച്ചർ വേണം. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കുറച്ച് ചലഞ്ചിങ് സിറ്റുവേഷൻസൊക്കെ കടന്നു പോകണമെന്ന് പറഞ്ഞല്ലോ, അതിനകത്ത് എഫേർട്ട് ഇടണം. പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല, പക്ഷെ നിങ്ങൾക്ക് ക്ഷമയുണ്ട്, നിങ്ങളെ കൊണ്ട് നടക്കുന്ന കാര്യമാണ്, അതിന് കുറച്ച് എഫേർട്ട് ഇടുക. തേർഡ് പാർട്ടി റിമൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് നിങ്ങളുടെ പേഴ്സൺ ആരുടെ കൺട്രോളിലാണോ, ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു വീഡിയോ കാണുമ്പം ആരുടെ കൺട്രോളിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത് എന്നുള്ളത്. അവർ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നിന്നും പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടി റിമൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള റിച്വൽസും ബ്രേസ്ലെറ്റും തരുന്നുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് തരുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്തു നിന്ന് നെഗറ്റീവ് എനർജി മാറേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അടുത്തതായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും? ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് പാർട്ടുണ്ടെന്ന്, കുറച്ച് ചലഞ്ചിങ് സിറ്റുവേഷൻ അവിടെ ഓവർകം ചെയ്യണം. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ തന്നെ ഒന്ന് റീഫ്രഷ് ചെയ്യുക. അവിടെ പോസിറ്റീവായിട്ട് ഇരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ എന്തൊക്കെ ചെയ്താലാണ് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഹാപ്പിനെസ് വേറൊരാളിൽ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. ആ പേഴ്സൺ വന്നു കഴിഞ്ഞാലേ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം കിട്ടത്തുള്ളൂ, നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അത് മാറ്റുക. അത് താൽക്കാലികമായിട്ട് നിങ്ങളൊന്ന് മാറ്റി വയ്ക്കുക. അത് നിങ്ങൾ മാറ്റി വെച്ചിട്ട് യൂണിവേഴ്സ് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹാപ്പി ഫാമിലി ലൈഫാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ വ്യക്തിയും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ളൊരു കുടുംബജീവിതമാണ് കാണിക്കുന്നത്. കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഒരു ടൂറ് പോവുക, ഒരു യാത്ര പോവുക. ഇപ്പം നിങ്ങൾ കല്യാണം കഴിക്കാനിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കുക.
കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്കുള്ള ഒരു പെരുമാറ്റം കിട്ടുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൊണ്ടുപോകുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് നടക്കണമെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ പിന്നാലെ പോയിട്ട് ഇങ്ങനെ വിളിക്കത്തില്ലേ, എന്നെ ഒന്ന് വിളിക്ക്, എന്നോടൊന്ന് സംസാരിക്കുക, എനിക്ക് നിങ്ങളെ ഇനിയും വേണം, നമുക്ക് തമ്മിൽ ഇനിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തിട്ട് നമുക്ക് തമ്മിൽ ഇനിയും റിലേഷൻഷിപ്പിലാവാം, ഇങ്ങനെ ചെന്ന് വിളിക്കുന്നതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് നിങ്ങൾ ആരുടെതെങ്കിലും തിരക്കുന്നുണ്ട്, അല്ലെങ്കിൽ വ്യക്തിക്ക് വേറെ ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കുന്നു, അല്ലെങ്കിൽ വേറൊരു നമ്പറിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാത്തൊരു നമ്പറിൽ നിന്ന് നിങ്ങൾ കോൾ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങളുടെ വ്യക്തി എവിടെയാണെന്ന് ആൾക്കാരുടെ അടുത്ത് തിരക്കുക, അവർക്കിടെ സുഖവിവരം തിരക്കുക. എന്തിനാ? നിങ്ങളുടെ എനർജി നിങ്ങളിൽ തന്നെ നിർത്തുക. ഇവിടെ വളരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് ലൈഫായിട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഇമോഷൻസിനെല്ലാം നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക. നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതിൽ കൂടുതൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കാനിരിക്കരുത്. അതാണ് നിങ്ങൾ ചെയ്ത തെറ്റും. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയേറെ പ്രശ്നം ഉണ്ടായത് നിങ്ങൾക്ക് എന്താണോ കിട്ടിയത് അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കൊടുത്തു. അത് ലൈക്ക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു ഡ്രോപ്പ് ഓഫ് വാട്ടറാണ് കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഒരു പുഴ പോലത്തെ ഒരു സ്നേഹമാണ്, അല്ലെങ്കിൽ ഒരു കടൽ പോലത്തെ സ്നേഹമാണ് നിങ്ങൾ കൊടുത്തത്. ആ ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ, ആ ഒരു ഡ്രോപ്പ് ലവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഡ്രോപ്പ് പോലത്തെ ഒരു ലവിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്തത് കടൽ പോലത്തെ സ്നേഹമാണ്. ഇങ്ങോട്ട് കിട്ടിയതല്ല നിങ്ങൾ കൊടുത്തത്. അപ്പോൾ എന്താ പറ്റിയത്? നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനൊരു വാല്യൂ ഇല്ലാണ്ടായി. അവർ നിങ്ങളെ നല്ല രീതിയിൽ എന്താ പറയുക, ചവിട്ടി അരച്ചെന്ന് തന്നെ പറയാൻ സാധിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് നേരിടുക. നിങ്ങൾ അവരുടെ അടുത്ത് ഇപ്പോൾ പിണങ്ങിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അവരുടെ അടുത്തൊന്ന് ഒന്ന് മാറി നിന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോഴും ഒന്ന് വിളിക്കുമ്പോഴും നിങ്ങളെ ശരിക്കും അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുക, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുക. അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കേട്ടോ. നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറായിട്ട് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫാമിലി ലൈഫാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഫാമിലി ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ജസ്റ്റ് ഒരു സ്നേഹബന്ധം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് യൂണിവേഴ്സിന് പറയാനുള്ളത്, നിങ്ങൾ എന്താണോ ഒരു സ്നേഹം ആഗ്രഹിക്കുന്നത് ആ ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്നത് എങ്ങനത്തെ സ്നേഹത്തിലാണോ അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് പ്രൊവൈഡ് ചെയ്യും എന്നാണ്. ഇവിടെ ആദ്യം യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് ആണ്, ആദ്യം നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ വ്യക്തിക്കല്ല, ആർക്കാണെങ്കിലും നിങ്ങൾ അധികമായി കൊടുത്തോണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ആയിട്ട് അധികമായിട്ട് കൊടുക്കൂ. അത് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അത് ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ പിന്നെ ഒരു കാര്യം, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുമോ? അത് സ്വന്തമായിട്ട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. നിങ്ങളെ സ്വന്തമായിട്ട് സ്നേഹിക്കുന്നില്ല, സ്വന്തമായിട്ട് കെയർ ചെയ്യുന്നില്ല, നോക്കുന്നില്ല. നിങ്ങളുടെ സ്കിന്ന് നോക്കുന്നില്ല, നിങ്ങളുടെ ആരോഗ്യം നോക്കുന്നില്ല, നിങ്ങളുടെ ഹെൽത്ത് നോക്കുന്നില്ല, നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എല്ലാവരോടും ദേഷ്യമാണ്, നിങ്ങളിതൊന്നും ചെയ്യുന്നില്ല. അപ്പം മറ്റുള്ള ഒരാൾ നിങ്ങളെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമോ? ഒന്ന് ആലോചിക്കുക. ഇപ്പം നിങ്ങളിപ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സഹായം ചെയ്യുന്നുണ്ട്, സഹായം ചെയ്തിരുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇനി ഒരു കാര്യം ആലോചിക്കുക. നിങ്ങൾ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നിങ്ങൾക്ക് കിട്ടാത്ത ഒരു എനർജി നിങ്ങൾ അങ്ങോട്ട് കൊടുക്കരുത്. അത് സാമ്പത്തിക ആകാം, വിലപിടിപ്പുള്ള വസ്തുക്കളാകാം, നിങ്ങളുടെ ടൈം ആകാം, എന്തും ആവട്ടെ. ഇപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി സമയം കൊടുക്കുന്നു, പക്ഷെ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ അവർക്ക് തരാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കുകയാണ്. ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. നിങ്ങൾക്കില്ലാത്തത് എന്താണോ നിങ്ങൾ ആർക്കും അങ്ങോട്ടും കൊടുക്കില്ല. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കുക. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ സ്വന്തമായിട്ടൊരു വാല്യൂ കൊടുക്കുന്നത് അന്ന് തൊട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കാണാൻ തുടങ്ങും. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു വില കൊടുത്തില്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങൾക്ക് വില തരണം, ആരും ഇൻസൾട്ട് ചെയ്യരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അപ്പം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ഈ ഒരു നിങ്ങളുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണോ, അത് ചിലപ്പോൾ ഇൻലോസ് ആവാം, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ആരും ആവട്ടെ,
നമുക്ക് ആ ഒരു പേഴ്സണിനെ ഒരു ഡബിൾ എനർജി എന്ന് വിളിക്കാം. ഇപ്പോൾ അതിനൊരു ഡബിൾ എനർജി എന്ന് വിളിക്കും, ഒരു നെഗറ്റീവ് എനർജി. ആ ഒരു നെഗറ്റീവ് എനർജി പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ആ ഒരു നെഗറ്റീവ് എനർജിയുടെ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടമാണോ ആ ഒരു നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ 100 ഇരട്ടി അവർക്ക് കിട്ടും. അവർ എല്ലാവരുടെ മുമ്പിൽ ഇൻസൾട്ടഡ് ആവും, ഒരുപാട് ഫൈറ്റ് ചെയ്ത് നാണം കെടും, ഈ ഒരു ജീവിതമേ വേണ്ടെന്ന് തോന്നും. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ആ ഒരു വ്യക്തി സൂയിസൈഡ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു ടെൻഡൻസി വരും. ഒരുപക്ഷെ അവർ സൂയിസൈഡിന് ട്രൈ ചെയ്യാം, അസുഖം വരും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാനസിക നിലയ്ക്ക് തന്നെ ഒരുപാട് പ്രശ്നം വരും. പുറത്ത് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ ഒരു നെഗറ്റീവ് എനർജി, ആ ഒരു ആൾ അതങ്ങനെ ആവും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ വ്യക്തി ഇപ്പം എവിടെയാണോ നിൽക്കുന്നത് അതിൽ നിന്നെല്ലാം ഇട്ടെറിഞ്ഞ് നിങ്ങളിലേക്ക് മടങ്ങിയെത്തും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് കൊണ്ടുവരിക, നിങ്ങൾക്ക് സെൽഫ് ഹീലിംഗ് ചെയ്യണം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീലാവണം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് മാറണം, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണം, നിങ്ങളുടെ കരിയറിൽ ഉള്ള പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇനി ഞാൻ നിങ്ങൾക്കൊരു റിച്വൽ പറഞ്ഞുതരാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങൾ മാത്രമായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള റിച്വലാണ്. ഇതിന് നിങ്ങൾ എടുക്കേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് കളറിൽ അല്ലെങ്കിൽ ചുമന്ന കളറിലെ റോസാപ്പൂ, ചെറിയ റോസാപ്പൂ എടുക്കരുത്, അത്യാവശ്യം വലിപ്പമുള്ള റോസാപ്പൂ തന്നെ എടുക്കുക. കടയിൽ കിട്ടുന്ന ടൈപ്പില്ലേ അതെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടുന്നത് പിങ്ക് കളറ് അല്ലെങ്കിൽ റെഡ് കളറിലെ പെൻ. നിങ്ങൾ എടുക്കുന്ന റോസാപ്പൂവിൻ്റെ കളറിനനുസരിച്ചിട്ടുള്ള പെൻ എടുത്തോ. പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂമാണ്. ഇപ്പം നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെർഫ്യൂമിൻ്റെ ബാലൻസ് കാണുമല്ലോ, അതാണ് വേണ്ടുന്നത്. അല്ലാതെ പുതിയ നിങ്ങൾ യൂസ് ചെയ്യുന്ന അതേ മണമുള്ള അതേ ബ്രാൻഡിൻ്റെ പോയി പെർഫ്യൂം വാങ്ങിക്കരുത്. നിങ്ങൾ യൂസ് ചെയ്ത ബാലൻസ് ഉള്ള പെർഫ്യൂമാണ് വേണ്ടുന്നത്. ഇപ്പോൾ പെർഫ്യൂമല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത്, എന്തെങ്കിലും സെൻറ്റാണ്, റോൾ ഓൺ യൂസ് ചെയ്യുന്നവരുണ്ട്, അവർക്കാണെങ്കിൽ അതും എടുക്കാം. എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുന്നതിൻ്റെ ബാലൻസ് വേണം എടുക്കാൻ. പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്നത് റോസ് വാട്ടറാണ്. ഇത് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം വേണം ചെയ്യാൻ. ഓക്കെ, സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ആയിട്ടും ചെയ്യണം. അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ആയിട്ട് ചെയ്ത് തീർക്കണം, അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. സൈലൻ്റ് ആയിട്ടുള്ളൊരു ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസിലിരിക്കുക, മൈൻഡ് കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് വെക്കുക. ഇത് ഒരു കാര്യം പറയട്ടെ, ഇതാരെയും വശീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. ഇപ്പം നിങ്ങളുമായിട്ട് ഒട്ടും ബന്ധമില്ല, നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞൊരു വ്യക്തി, നിങ്ങളിപ്പോൾ പ്രപ്പോസ് ചെയ്ത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾക്ക് വശീകരിച്ചെടുക്കാൻ ഒരിക്കലും ഇത് വെച്ചിട്ട് സാധിക്കില്ല. വൺസ് നിങ്ങളടുത്ത് സ്നേഹം ഉണ്ടായിരുന്ന വ്യക്തി ആയിരിക്കണം. അങ്ങനെയുള്ള കേസിൽ മാത്രമേ ഈ ഒരു റിച്വൽ വർക്കൗട്ട് ആവത്തുള്ളൂ. നിങ്ങൾ ഈ ഒരു റോസാപ്പൂവിൽ നിന്നും 5 ഇതളെടുക്കുക. ഒന്നുകിൽ 5 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 9. ഓക്കെ, ഇത്രയും എടുക്കുക. ഇത്രയും കൗണ്ട് മതി. 11 എടുക്കണ്ട. 5, 7, 9 ഇങ്ങനത്തെ ഒരു കൗണ്ട് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള പെന്നുണ്ടല്ലോ, ഈ പെൻ എടുക്കുമ്പം ഒന്നുകിൽ സ്കെച്ച് പെന്ന് അല്ലെങ്കിൽ ജെൽ പെൻ എടുക്കാൻ ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും എഴുതുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് എഴുതാൻ സാധിക്കണം. ഓരോ ഇതള് എടുത്ത് നിങ്ങളുടെ മുമ്പിൽ വെച്ചതിന് ശേഷം ഈ ഓരോ ഇതളിലും സൂക്ഷിച്ച് കേൾക്കുക, ശ്രദ്ധയോടെ കൂടെ കേൾക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ പേരുണ്ടല്ലോ അത് ചെറുതായിട്ട് എഴുതുക, ഈ പെന്ന് കൊണ്ട് എഴുതുക. അങ്ങനെ ഈ 9 ഇതളുകളിലും നിങ്ങൾ എഴുതിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കുക. കാരണം ആ പെന്നിൻ്റെ മഷി ഉണങ്ങണമല്ലോ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സലൈവ ഇല്ലേ, നിങ്ങളുടെ ഉമിനീര് കുറച്ചെടുത്തിട്ട് നിങ്ങൾ ആ റോസാപ്പൂവിൻ്റെ പുറത്ത് എഴുതിയ പേരിൻ്റെ പുറത്തായിട്ട് തൂക്കുക. അതും എല്ലാത്തിനകത്തും തൂത്തതിന് ശേഷം ഉണക്കാൻ വയ്ക്കുക. അതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം ഉണ്ടല്ലോ, ആ പെർഫ്യൂം അതിൻ്റെ പുറത്ത് അടിച്ചു കൊടുക്കുക. ഇത് ചെയ്യുമ്പം നിങ്ങളുടെ മനസ്സിൽ സന്തോഷമായിട്ടിരുന്ന് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നേടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ കിട്ടുന്നത് അത്രത്തോളം ആ ഒരു സന്തോഷത്തിൽ ഇത് ചെയ്യുക. അതിനുശേഷം ഒരു ചെറിയൊരു ഗ്ലാസ് ജാറ്, ചെറിയ ബോട്ടിൽ മതി, അടപ്പുള്ള ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കുക. അതിനകത്ത് നിറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
തുളുമ്പി പോകുന്ന രീതിയിൽ ഇത്ര എടുക്കരുത്. അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിൽ പറയുന്ന അത്രയും നിറച്ച് റോസ് വാട്ടർ ഒഴിക്കുക. ഈ ഇതളുകൾ ഉണങ്ങിയതിന് ശേഷം ആ റോസ് വാട്ടറിൽ ഇട്ട് വെക്കുക. ഇട്ട് വെച്ചതിന് ശേഷം ഒരു 21 ദിവസം ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ നല്ല വൃത്തിയുള്ള ഒഴുക്ക് വെള്ളത്തിൽ ഇത് ഒഴുക്കി കളയുക. വേസ്റ്റ് കളയുന്ന സ്ഥലത്തൊന്നും ഇത് ഒഴുക്കരുത്. ഒന്നുകിൽ വൃത്തിയുള്ള ഒഴുക്ക് വെള്ളത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഓമനിച്ച് വളർത്തുന്ന ചെടികൾ കാണത്തില്ലേ, അതിൻ്റെ ചുവട്ടിൽ ഒഴുക്കുക. നിങ്ങൾ എന്നിട്ട് അത് അതുപോലെ അങ്ങ് വിട്ട് കളയുക. ഇനി യൂണിവേഴ്സ് നോക്കിക്കോളും. ഇത് നല്ല പവർഫുള്ളായിട്ടുള്ളൊരു റിച്വലാണ്. ഇത് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ടും ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്, തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ്, മണി അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്, കരിയർ ബ്രേസ്ലെറ്റ്, ബ്ലാക്ക് എനർജി റിമൂവർ ബ്രേസ്ലെറ്റിനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസ് ആയിട്ടും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.